നിഷാദ്, ആദ്യം ഈ കെ സുരേന്ദ്രനുള്ള മറുപടി ഒറ്റ വാചകത്തിൽ പറഞ്ഞിട്ട് പിന്നെ ഇടതുപക്ഷ CPIയുടെ വിമർശനം. കെ സുരേന്ദ്രൻ കേരളം പോലെ ഢാവട്ടത്തിന്റെ വലിപ്പമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് മത്സരിച്ച് ഹെലികോപ്റ്ററിൽ തെക്ക് വടക്ക് പറന്ന് നടന്ന് രണ്ടിടത്തും തോറ്റ പാരമ്പര്യമുള്ള ആളാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് കെ സുരേന്ദ്രനും BJPയും അതേക്കുറിച്ച് മിണ്ടാൻ പോകരുത്. ഇനി CPIയുടെ വിമർശനത്തിലേക്ക് വരാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരത്തെ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ആദ്യം 2014 മത്സരിക്കുമ്പോഴും ഈ 2019 2024 നമുക്ക് ബോധ്യമുണ്ട് നിഷാദ്, അവിടെ സംസാരിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ആകെ കൈപ്പിടിയിൽ ഒതുക്കാൻ അതിശക്തമായി വെമ്പൽ കൊള്ളുന്ന ഇന്ത്യയിലെ സംഘപരിവാറിനെതിരായ തീവ്ര വലതുപക്ഷത്തിനെതിരായ പോരാട്ടത്തിന്റെ മുന്നണി പോരാളി എന്ന നിലക്ക് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക എന്നതായിരുന്നു UDFന്റെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ മുന എന്ന് പറയുന്നത്. ഇപ്പൊ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ടു വരുന്ന സവിശേഷമായ ഒരു സാഹചര്യം അത് നിഷാദിന് ബോധ്യമുള്ളതാണ്. നേരത്തെ ചേക്കുട്ടി സാറും അത് സൂചിപ്പിച്ചു. ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം മതനിരപേക്ഷ ശക്തികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സമാജ്വാദി കോൺഗ്രസ് സഖ്യം വളരെയധികം അവിടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ട്. അതിന്റെ ഫൈസാബാദിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നു, അമേഠി തിരിച്ചു പിടിക്കാൻ കഴിയുന്നു, നല്ല ഒരു നമ്പറിലേക്ക് സമാജ്വാദി പാർട്ടി UPയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വരുന്നു, കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു. അതിനൊരു തുടർച്ചയുണ്ടാകണം എന്ന് രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇന്ത്യ മുന്നണി ഒരു പ്രായോഗികമായി തോറ്റു എന്ന് നമ്മൾ പറയുമ്പോഴും വിജയത്തോളം എത്തിയൊരു പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പോരാട്ടത്തിന്റെ തുടർച്ച അതിശക്തമായി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒക്ടോബറിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വരും, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വരും, അടുത്ത വർഷം അധികം വൈകാതെ ഇന്ത്യയിലെ വലിയ ഒരു സംസ്ഥാനമായ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് പോവേണ്ടി വരും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാകെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മതേതര ശക്തികളുടെ വിജയം ഉറപ്പാക്കാൻ രാജ്യത്തെ ജനങ്ങൾ BJPക്ക് കൊടുത്തിട്ടുള്ള ആദ്യത്തെ അടി കുറെ കൂടി ശക്തമായി അവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ സാന്നിധ്യം ഹിന്ദി ഹൃദയഭൂമിയിൽ എല്ലാ മതേതര ശക്തികൾക്കും, അത് കോൺഗ്രസിന് മാത്രമല്ല, അത് UPയിൽ സമാജ്വാദിക്ക് ഊർജ്ജം കൊടുക്കും, മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിക്ക് ഊർജ്ജം കൊടുക്കും, ബീഹാറിൽ RJDക്ക് ഊർജ്ജം കൊടുക്കും, ഹരിയാന കോൺഗ്രസ് BJPയുടെ ഒപ്പത്തിനൊപ്പം എത്തിയ ഒരു സംസ്ഥാനമാണ്. നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞു വീശിയിട്ടുണ്ട്. അതിന് കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ കൃത്യമായ ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ പ്രതീക്ഷകൾക്ക് കുറെ കൂടി ജീവൻ. ഇന്ത്യ സഖ്യവും കോൺഗ്രസും എങ്ങനെ പെർഫോം ചെയ്യുന്നു മാത്രമാണ് വയനാട്ടുകാരുടെ പ്രശ്നം. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ നിൽക്കണമെന്ന കേവല വൈകാരികതയിൽ കുടുങ്ങിക്കിടക്കുന്നവരല്ല അവിടുത്തെ വോട്ടർമാരാണെന്ന് അല്ലെന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം.